ഒരുപാട് ആൾക്കാർക്കുള്ളൊരു സംശയമാണ് ഈ ഡയബറ്റീസ് പേഷ്യൻസിന് ഫ്രൂട്ട്സ് കഴിക്കാമോ എന്നുള്ളത്. കാരണം ഒരുപാട് പേര് ഡയബറ്റീസ് ആണെന്ന് അറിയുമ്പം കംപ്ലീറ്റ്ലി ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യുന്നവർ കാണാറുണ്ട്. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പഴങ്ങൾ, കഴിക്കാൻ പാടില്ലാത്ത പഴങ്ങൾ, അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാം. അത് ബേസിക്കലി നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിട്ടുണ്ട്. അതായത് അതിനകത്തുള്ള ഗ്ലൂക്കോസിൻ്റെ അളവിനെ ബേസ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മളിതിനെ വേർതിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഉണ്ട്. ഇപ്പം ഏറ്റവും നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നത് ഇപ്പം പേരയ്ക്ക, ആപ്പിള്, പോമിഗ്രനേറ്റ്, ഓറഞ്ച്, ഇതൊക്കെ ഒരു ഡയബറ്റീസ് പേഷ്യൻറ്റിന് കഴിക്കാൻ പറ്റുന്നതാണ്. അവരുടെയൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഒരു 50ക്ക് താഴെയാണ്. അപ്പോൾ അവർക്കത് എടുക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡയബറ്റീസ് ആണെങ്കിലും കഴിക്കുന്നത് കണ്ടിട്ടുള്ള പഴം, നമ്മുടെ സാധാരണ പഴം, ഏത്തപ്പഴം ഒക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ പഴം അത് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പം ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ഡയബറ്റീസ് പേഷ്യൻസിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം ഏത്തപ്പഴം പോലത്തെ പഴങ്ങളിൽ ഗ്ലൈസെമിക് കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള പഴങ്ങൾ നമുക്കത് ഒഴിവാക്കുന്നതാണ് നല്ലത്. മാമ്പഴം, അതുപോലെ തന്നെ ഗ്രേപ്സ്, അല്ലെങ്കിൽ വാട്ടർമെലൺ, നേരത്തെ പറഞ്ഞ പോലെ ഏത്തപ്പഴം, ഇതൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കൂടിയതായതുകൊണ്ട് കുറച്ച് ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും.